പ്രതിപക്ഷ നേതാവ് പക്ഷെ പറയുന്നത് ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് അത് ആർട്ടിക്കിൾ വായിക്കാൻ പറയണം. ഞാൻ എന്നോട് ചോദിച്ചിട്ടില്ല, ഞാൻ ചൂണ്ടിക്കാണിക്കാം. എല്ലാറ്റിൻ്റെയും ആ റിപ്പോർട്ട്സായി അഥവാ ആ റിപ്പോർട്ടിൽ വല്ല കുറ്റമുണ്ടെങ്കിൽ നമുക്ക് തർക്കിക്കണം. ഞാൻ ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും എല്ലാ സംസ്ഥാനത്തിൻ്റെയും ഒരു റിപ്പോർട്ടാണ്. അത് ഞാനോ ഒരു ഇന്ത്യൻ സ്ഥാപനമല്ല ഇറക്കിയിരിക്കണം. അത് ഇൻ്റർനെറ്റിൽ നിങ്ങൾ കയറിയിട്ട് നോക്കിക്കോളൂ, ഗൂഗിളിൽ എവിടെ നിന്നാണ് ഞാൻ അത് എടുത്തിരിക്കുന്നത്. രമേശ് ചെന്നിത്തല പരിഹസിച്ചത് 2 മിനിറ്റ് അല്ല, 1 മിനിറ്റ് മതി സ്ഥാപനം പൂട്ടിപ്പോകാനെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ വേറെ കാര്യം. ഈ 2 മിനിറ്റ് എനിക്ക് തോന്നി ഇത് കുറച്ചൊരു എക്സാജറേഷനാണ്. പക്ഷേ അതിൻ്റെ ഉദ്ദേശമാണ് നമുക്ക് സ്വീകരിക്കേണ്ടത്. എൻ്റെ അർത്ഥം 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി ഒരേ സർക്കാർ ഓരോരോ തടസ്സങ്ങൾ മുമ്പ് കൊണ്ടുവന്നിട്ടാണ് സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതിനെ ഞാൻ സ്വീകരിച്ചു. പൊളിറ്റിക്കൽ പാർട്ടിയെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം കേരളം വ്യവസായ സൗഹൃദമല്ല എന്നുള്ള കാര്യമാണ്. ഞങ്ങൾ അതിനെ പ്രോത്സാഹിക്കുന്ന തരത്തിലാണ് സംസാരിച്ചത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇന്നും പറഞ്ഞത് സംസ്ഥാനം വ്യവസായ സൗഹൃദമല്ല എന്നാണ്. കേരളത്തിന് നമ്മൾക്ക് എന്താ ചൂണ്ടിക്കാണിക്കാനുള്ളത്? ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും റാങ്ക് ചെയ്യുന്നതാണ്. അതിൽ നമ്മൾ നല്ലോണം പുറകെയായിരുന്നു. പെട്ടെന്ന് നമ്മൾ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കണം. അതിന് വലിയ കാരണമുണ്ടാവണ്ടേ? ഇതും നമ്മുടെ CPM സർക്കാർ ഇറക്കുന്ന റാങ്കിങ് അല്ലല്ലോ, ഇതൊരു നാഷണൽ റാങ്കിങ് ആണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കാണാത്ത ഭാവം നടിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ നല്ലപോലെ ആത്മാർത്ഥത മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കാനുള്ള പൂർണ്ണ അവകാശമാണ്. പൊളിറ്റിക്കൽ നോട്ട്. പക്ഷേ ഇതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഒരു തിരിച്ചടിയാകുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. ഇല്ല, ആവശ്യമില്ല. ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സബ്സ്റ്റാൻറ്റീവ് ഇഷ്യൂസ്. അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാഷ്ട്രീയം നമ്മൾക്ക് കുറേ ഉണ്ട്. ഈ എല്ലാറ്റിലും രാഷ്ട്രീയമുണ്ട്. നമ്മൾ ജനങ്ങൾ നല്ലോണം രാഷ്ട്രീയം കണ്ടു കഴിഞ്ഞു, വികസനം കണ്ടിട്ടില്ല. കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൻ്റെ സ്ഥിതി വല്ലാത്ത മോശമായിരുന്നു. ഇപ്പോൾ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആര് തയ്യാറായാലും നമ്മൾ അതിനെ സ്വീകരിക്കണം. അതിൻ്റെ അർത്ഥമല്ല അവരുടെ രാഷ്ട്രീയമോ അവരുടെ ഐഡിയോളജിയോ നമ്മൾ സ്വീകരിക്കണമെന്ന്. അവരൊരു നല്ല കാര്യം ചെയ്തു, അതേപോലെ അവർ പല കുറ്റങ്ങളും ചെയ്യുന്നുണ്ട്, തെറ്റുകാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനെയും ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ നിൽക്കണം. പക്ഷേ ഞാൻ എപ്പോഴും എല്ലാ കാര്യത്തിലും എപ്പോഴും പറയുന്നൊരു വിഷയമാണ്, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചില വിഷയത്തിനെക്കുറിച്ച് ജനങ്ങളുടെ താല്പര്യത്തിനെക്കുറിച്ച് നോക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ രാഷ്ട്രീയം അതീതമായി കാണണം. അത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മളുടെ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളുടെ മുഖം ജനങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടത്. നമ്മൾ പറയാൻ പോവാണ്, ഞങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ വർഷങ്ങളായി ആവശ്യപ്പെട്ടത്, ഞങ്ങളാണ് ഇതിനെ നല്ലവണ്ണം നയിക്കാൻ സാധിക്കുന്നത്, ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിക്കോളും. പണ്ട് നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ അവർ വിശ്വാസം നമ്മൾ ആഗ്രഹിക്കണം. പക്ഷേ അവർ എന്ത് ചെയ്താലും തെറ്റാണ്, കാരണം നമ്മൾ പ്രതിപക്ഷമാണെന്നതിൻ്റെ കാര്യമില്ല. അതുപോലെ തന്നെ അവരും നാളെ പ്രതിപക്ഷത്തെത്തുമ്പോൾ ഇന്ന് വരെ ചെയ്ത കാര്യങ്ങൾ ഇനി ഉപേക്ഷിക്കാൻ പാടില്ല. അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അതും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എൻ്റെ ആർട്ടിക്കിളിൽ. അതാണ് ഈ ലേഖനത്തിൻ്റെ അർത്ഥം. US പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ കാര്യത്തിലും ഇതേ സമീപനം തന്നെയാണോ? അതിന് അപ്പോൾ നിങ്ങൾ ഒരേ ഒരു ദിവസത്തിൽ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ പറയുന്നത് ഞാൻ CPM-നെ സന്തോഷിപ്പിച്ചു, ഒരേ ദിവസത്തിൽ വേറെ കമന്റ് BJP സന്തോഷിപ്പിച്ചു. ഞാൻ ജനങ്ങളുടെ പേരിൽ ഞാനൊരു കേരളീയനായിട്ടും ഒരു ഭാരതീയരായിട്ടും ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ അർത്ഥം തീരെയല്ല ഞാനൊരു രാഷ്ട്രീയ എൻഡോഴ്സ്മെൻറ്റ് നടത്തിയെന്ന് ഒരിക്കലുമില്ല. ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു, അതിനൊപ്പം തെറ്റ് വന്നാലോ എനിക്ക് വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ഞാൻ പറയാൻ അതിൻ്റെ സ്വാതന്ത്ര്യം ഞാൻ എടുത്തു വെക്കും. താങ്കളുടെ നിലപാടിനോട് യോജിക്കുന്നില്ല എന്നാണ് പവൻ ഖേര പറഞ്ഞിരിക്കുന്നത്, നാഷണൽ സ്പോർട്സ് പേഴ്സൺ. ഒരു പ്രശ്നമില്ല, അവരെല്ലാവർക്കും അവകാശം. ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് ഞാൻ പാർട്ടിയുടെ വക്താവല്ല, ഒഫീഷ്യൽ സ്പോർട്സ്മാൻ അല്ല. ഞാൻ സംസാരിക്കുന്നത് ഒരു വ്യക്തിയായിട്ടാണ്. അതുമാത്രമല്ല, ഞാൻ ആ മോദിയുടെ സർക്കാർ ചെയ്ത കാര്യത്തിൻ്റെ കമൻറ്റ് ഞാൻ പറഞ്ഞു. ഞങ്ങൾ എന്തായാലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലൊരു ബ്രീഫിംഗ് കാത്തിരിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? ആ ബ്രീഫിംഗ് വരട്ടെ. അപ്പോൾ നമ്മൾ കമ്മിറ്റിയിൽ പിന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതിനിധികൾ, ഫോറിൻ സെക്രട്ടറിയും കൂടി വരും. അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് നമുക്ക് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാം, അതാണ് നല്ലത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി നോക്കും, ഒരു കാര്യം ഞാൻ എപ്പോഴും പറയും, വിദേശ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരൊറ്റ ചിന്തയെ മനസ്സിൽ പാടുള്ളൂ, അത് ഭാരതത്തിൻ്റെ നാഷണൽ ഇൻട്രസ്റ്റ്, നമ്മളുടെ ഭാരതീയ താല്പര്യം എന്താണ്, അതാണ് നമുക്ക് നോക്കേണ്ടത്. അതിൽ വീണ്ടും രാഷ്ട്രീയം കണ്ടിട്ട് കാര്യമില്ല. അവസാനത്തിൽ നമ്മൾ ഭരിക്കുകയാണോ വേറെ വല്ലവരും ഭരിക്കുകയാണെങ്കിലും നമ്മൾ രാജ്യം മുന്നോട്ട് പോകണം. നമ്മളുടെ പൗരന്മാരുടെ ആവശ്യങ്ങളെക്കുറിച്ച് വേണ്ടി നമ്മൾ നിൽക്കണം. ഇതിലെല്ലാറ്റിലും ഞാൻ ഈ 15-16 വർഷം കൺസിസ്റ്റൻ്റായി നിന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കത് വിവാദമുണ്ടാക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളൂ. പക്ഷെ ഞാൻ പറയണത് എനിക്ക് ഒരു വേരിയേഷനും ഇല്ല. ഞാൻ എപ്പോഴും കാര്യങ്ങൾ കാണുന്ന രീതിയിൽ ഞാൻ സംസാരിക്കും. അത് എൻ്റെ അഭിപ്രായം ചോദിക്കാതിരിക്കുകയായിരിക്കും നല്ലത്, നിങ്ങൾ വിവാദം വേണ്ടെങ്കിൽ.